കൂട്ടുകാരെ, സച്ചി രേവതിയുടെ മറ്റൊരു അടിപൊളി സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തന്റെ പെൻഷൻ തടഞ്ഞു വെച്ചതിന് വർഷയുടെ അച്ഛനെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ് രവീന്ദ്രൻ. ഒരുപാട് ഹിയറിംഗിന് ശേഷം രവീന്ദ്രന് അനുകൂലമായിട്ട് തന്നെ വിധി വരുന്നുണ്ട്. വർഷയുടെ അച്ഛനാണെങ്കിൽ ഒരുപാട് രൂപയുടെ നഷ്ടവും ഉണ്ടാവുന്നുണ്ട്. ആ ഒരു കാരണം കൊണ്ട് തന്നെ രവീന്ദ്രന്റെ കുടുംബത്തോട് തീർത്താൽ തീരാത്ത ഭാഗ്യവുമായിട്ട് നടക്കുകയായിരിക്കും അയാള്. വർഷയാണെങ്കിലോ ഇതൊന്നും അറിയാതെ ശ്രീകാന്തുമായിട്ട് നല്ല പ്രണയത്തിൽ ആയിട്ടുണ്ടാവും. അങ്ങനെ ആ പെൻഷന്റെ കേസെല്ലാം ജയിച്ച് വളരെയധികം സന്തോഷത്തോടെ സച്ചിയുടെ കൂടെ വീട്ടിലേക്ക് വരികയാണ് രവീന്ദ്രൻ. വീട്ടിലെത്തുന്ന രവീന്ദ്രനെ അകത്ത് കയറാൻ സമ്മതിക്കാതെ രേവതിയെ വിളിക്കുന്നുണ്ട് സച്ചി. സച്ചിയുടെ വിളി കേട്ട് ശ്രുതി അടക്കമുള്ള എല്ലാവരും അവിടേക്ക് എത്തുന്നുണ്ട്. രേവതിയോടായിട്ട് അച്ഛന് വേണ്ടി ആരതി എടുക്കാൻ പറയുമ്പോൾ അതൊന്നും വേണ്ടടാന്നൊക്കെ രവീന്ദ്രൻ പറയുന്നുണ്ടെങ്കിലും അച്ഛനൊന്നും മിണ്ടാതിരുന്നേ, വലിയൊരു കേസിൽ ജയിച്ചിട്ടാണ് അച്ഛൻ വന്നിരിക്കുന്നത് എന്നല്ലങ്ങനെ സച്ചി പറയുന്നതിനിടയ്ക്ക് രേവതി ആരതി തട്ടുമായിട്ട് വരുന്നുണ്ട്. എന്തിനാ ഇപ്പൊ ആരതിയൊക്കെ എടുക്കുന്നത്? നിങ്ങളുടെ സംസാരം കേട്ടാൽ അന്യനാട്ടിൽ പോയി യുദ്ധത്തിൽ ജയിച്ചു വന്നത് പോലെയാണല്ലോ എന്നൊക്കെ ചന്ദ്രമതി ചോദിക്കുമ്പോൾ, യുദ്ധത്തിൽ ജയിച്ചാൽ മാത്രമേ ആരതിയെ തട്ടിയെടുക്കാൻ പാടുള്ളൂ. അച്ഛന് കിട്ടേണ്ട നീതിയും ന്യായവും ലഭിച്ച ദിവസമാണിന്ന്. അച്ഛന്റെ പെൻഷൻ കാര്യം ശരിയായി, അതുകൊണ്ട് തന്നെ അച്ഛനെ ആരതി ഒഴിഞ്ഞിട്ട് വേണം അകത്തേക്ക് സ്വീകരിക്കാൻ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതിയുടെ വായ അടപ്പിക്കുന്നുണ്ട് കേട്ടോ സച്ചി. അങ്ങനെയല്ല പറയുന്നതിനിടയിലും സച്ചി തന്റെ കയ്യിൽ കരുതിയിരുന്ന ഒരു പൂമാല എടുത്ത് അച്ഛനെ അണിയിക്കുന്നുണ്ട്. അതേസമയം തന്നെ രേവതിയും വന്ന് അച്ഛനെ ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കുന്നുണ്ട്. തുടർന്ന് അവരെല്ലാവരും കൂടി കേസിന്റെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. ഇത്രയും കാലം തന്റെ പണം തടഞ്ഞു വെച്ചതിന് അയാൾ എനിക്ക് 1 ലക്ഷം രൂപ കൂടി തരേണ്ടി വരുമെന്നൊക്കെ ഇങ്ങനെ രവീന്ദ്രൻ പറയുമ്പോൾ, അപ്പോൾ 1 ലക്ഷം രൂപ കൂടുതൽ കിട്ടുമെന്ന് ചന്ദ്രമതി ആവേശത്തോടു കൂടി ചോദിക്കുന്നതും, ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ചന്ദ്രമതി തന്നെ വന്ന് അച്ഛൻ ആരതി എടുത്തേനെയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതിയെ കളിയാക്കുന്നുണ്ട് സച്ചി. ഇതൊന്നും ഇവർക്കിടയിൽ വെച്ച് പറയാനേ പാടില്ല അച്ഛാ. അങ്ങനെ പറഞ്ഞാൽ കാക്ക കൊത്തിക്കൊണ്ടു പോകുന്നത് പോലെ ആ പണവും പറന്നു പോകുമെന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുമ്പോൾ, അതിനാരാടാ ഇപ്പൊ ഇവിടെ പണം ചോദിച്ചേന്ന് ചോദിക്കും ചന്ദ്രമതി. അത് ശരിയാ, ഇവിടെ ഒന്നും ചോദിക്കുന്ന പതിവില്ലല്ലോ, ചോദിക്കാതെ എടുത്തോണ്ട് പോവലല്ലേ പതിവെന്നൊക്കെ പറഞ്ഞു വീണ്ടും ചന്ദ്രമതിയെ പരിഹസിക്കുന്നുണ്ട് സച്ചി. അപ്പൊ ഇനി മുതൽ പെൻഷൻ ക്യാഷ് കിട്ടുമല്ലോ അല്ലേ അച്ഛാന്നൊക്കെ ഇങ്ങനെ രേവതി ചോദിക്കുമ്പോൾ, അതേ മോളെന്ന് രവീന്ദ്രൻ മറുപടി കൊടുക്കുന്നതും, എല്ലാം എന്റെ മരുമകൾ ശ്രുതി വന്നതിന്റെ ഐശ്വര്യമാണ്. അവൾ വന്നതിൽ പിന്നെ എല്ലാ കാര്യവും നല്ലതാണ് നടക്കുന്നത്. നല്ല രാശിയുള്ളവളാണ് എന്റെ ശ്രുതി മോളെന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെ പുകഴ്ത്തുന്നുണ്ട് കേട്ടോ ചന്ദ്രമതി. അത് കേൾക്കുമ്പോൾ രേവതി ആകെ വല്ലാതാവുന്നുണ്ട് കേട്ടോ. രേവതിയുടെ മുഖം മങ്ങിയത് കണ്ട് സച്ചി പറയുന്നത്, ആരുടെയും ഐശ്വര്യമൊന്നുമല്ല, അച്ഛന്റെ ഭാഗത്ത് ന്യായമുണ്ടായിരുന്നു, അത് കോടതിക്ക് ബോധ്യപ്പെട്ടു, അതുകൊണ്ട് മാത്രമാണ് അച്ഛൻ കേസിൽ ജയിച്ചത്. അല്ലാതെ അതിന്റെ കാരണം ഈ പാർലർ മാഡമാണെന്നൊക്കെ പറഞ്ഞാൽ അത് എവിടുത്തെ ന്യായമാണെന്നൊക്കെ പറയുന്നുണ്ട് സച്ചി. ഞാനൊരു സത്യം പറഞ്ഞതാണെന്നൊക്കെ ചന്ദ്രമതി പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ ഇതേ രാശി വെച്ച് അച്ഛനെ പറ്റിച്ചിട്ട് പോയ 50 ലക്ഷം തിരിച്ചു വാങ്ങിത്താന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുമ്പോൾ നാവിറങ്ങി പോകുന്നുണ്ട് കേട്ടോ ചന്ദ്രമതിയുടെ. സച്ചി വീണ്ടും അതിനെക്കുറിച്ച് തന്നെ സംസാരിക്കുമ്പോൾ, നീ എന്തിനാ അത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതെല്ലാം എൻ്റെ മോൻ സമ്പാദിച്ച് തിരിച്ചു തരുമെന്നൊക്കെ പറയുന്നുണ്ട് ചന്ദ്രമതി. തരുമെന്നാ നിങ്ങൾ ഈ പറയുന്നത്? തരും എന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറെ ആയല്ലോ. അതിനിടയിൽ അവന്റെ കല്യാണവും കഴിഞ്ഞെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ എന്തിനാണ് എപ്പോഴും ക്യാഷ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അത് ഞാൻ തരുമെന്ന് പറഞ്ഞതല്ലേടാന്ന് ശ്രുതി പറയുന്നതും, അത് എന്റെ അച്ഛന്റെ ക്യാഷ് ആയതുകൊണ്ട് എന്ന് പറയുന്നുണ്ട് സച്ചി. തുടർന്ന് രവീന്ദ്രനോട് അച്ഛമ്മയെ വിളിച്ച് ഇക്കാര്യം അറിയിക്കാനും ഇത് കേൾക്കുമ്പോൾ അച്ഛമ്മയ്ക്ക് നല്ല സന്തോഷമാകുമെന്നും രേവതി പറയുന്നുണ്ട്. രവീന്ദ്രൻ അമ്മയെ വിളിക്കാനായിട്ട് ഫോൺ എടുക്കുന്ന സമയത്ത്, വേഗം വിളിക്കേ, അച്ഛമ്മയോട് എനിക്കും ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ സച്ചി. രവീന്ദ്രൻ അച്ഛമ്മയോട് കാര്യങ്ങളൊക്കെ പറയുന്നതിനിടയിൽ സച്ചി ഫോൺ വാങ്ങുന്നുണ്ട്. സച്ചി അങ്ങനെ അച്ഛമ്മയോട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിനെ കുറിച്ചൊരു സംസാരം അവിടെ ഉണ്ടാവുന്നുണ്ട്. നിന്റെ അച്ഛന് 3 ആൺകുട്ടികളാണ്, ഇനി നിനക്കെങ്കിലും രേവതിയെ പോലെ നല്ലൊരു മഹാലക്ഷ്മിയായ പെൺകുട്ടിയെ കിട്ടട്ടെ എന്നൊക്കെ അച്ഛമ്മ പറയുമ്പോ, അയ്യോ അച്ഛമ്മക്ക് അറിയാഞ്ഞിട്ടാ, പെൺകുട്ടികൾ ജനിക്കുന്നത് കുടുംബത്തിന് നല്ലതല്ലെന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുമ്പോ രേവതിയുടെയും ശ്രുതിയുടെയും മുഖം ഒരുപോലെ മാറുന്നുണ്ട്. എന്താടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നും ചോദിച്ച് അച്ഛമ്മ അവനോട് ദേഷ്യപ്പെടുമ്പോ, അതെ അച്ഛമ്മേ, പെൺകുട്ടികളെ കൊണ്ട് സമ്പാദിക്കാൻ പറ്റുമോ? കുഞ്ഞുങ്ങൾ ആയാലല്ലേ എല്ലാ കാലവും സ്വന്തം വീട്ടിൽ നിൽക്കാൻ പറ്റൂ. പെൺകുട്ടികൾ കുറച്ച് കഴിഞ്ഞാൽ മറ്റൊരു വീട്ടിലേക്ക് പോവേണ്ടവരല്ലേ, അവരൊരിക്കലും അച്ഛനും അമ്മയ്ക്കും ഒരു താങ്ങാവില്ലെന്നൊക്കെ പറഞ്ഞ് പെൺകുട്ടികളെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് സച്ചി. അന്നേരം അച്ഛമ്മയാണെങ്കിൽ അതൊക്കെ പണ്ടുള്ളവർ പറഞ്ഞുണ്ടാക്കുന്നതായിരുന്നു, ഇപ്പൊ അങ്ങനെയൊന്നുമല്ലടാന്നൊക്കെ പറഞ്ഞ് സച്ചിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടെങ്കിലും രേവതി സച്ചിയുടെ വർത്തമാനം കേട്ട് ആകെ ദേഷ്യത്തിലായിരിക്കും. രേവതി അങ്ങനെ ദേഷ്യത്തോടെ റൂമിൽ പോയിരിക്കുമ്പോൾ സച്ചി കുളിയെല്ലാം കഴിഞ്ഞ് കിടക്കാനായിട്ട് വരുന്നുണ്ട്. രേവതിയോടായിട്ട് എന്ത് പറ്റി, ഒരു ദേഷ്യം പോലെ എന്നൊക്കെ ചോദിക്കുമ്പോൾ, നിങ്ങൾ പറഞ്ഞതെല്ലാം കേട്ട് എൻ്റെ മനസ്സ് കുളിർന്നിരിക്കുകയാണെന്നൊക്കെ പറയുന്നതും, അതിന് മാത്രം ഞാനിപ്പോൾ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട്. രേവതി ഒന്നും മിണ്ടാതെ നിൽക്കുന്നതും, നിന്നോടല്ലേ ഞാൻ ചോദിച്ചതെന്നും പറഞ്ഞ് രേവതിയെ തൊടാനായിട്ട് പോകുമ്പോൾ, എന്നെ തൊടണ്ടെന്ന് ദേഷ്യത്തോടെ പറയുകയാണ്. എന്ത് പറ്റിയെന്ന് സച്ചി വീണ്ടും ചോദിക്കുമ്പോൾ, നിങ്ങൾ അച്ഛമ്മയോട് എന്തൊക്കെയാ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ഞാനും ഒരു പെണ്ണല്ലേ, ഞാൻ എൻ്റെ വീട്ടുകാർക്ക് വേണ്ടി സമ്പാദിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ രേവതി പറയുമ്പോൾ, അതാണോ കാര്യമെന്നൊക്കെ സച്ചി ഇങ്ങനെ നിസ്സാരമായിട്ട് പറയുന്നതും, അതെന്താ വലിയ കാര്യമല്ലേ? ദൈവം പോലും പെൺകുട്ടികളെ 2 വീടുകളിലേക്കാക്കി പിരിച്ചു വെച്ചിരിക്കുകയാണെന്ന്
എന്നല്ലേ നിങ്ങളിപ്പോൾ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനിപ്പോൾ നിനക്കെന്താ പ്രശ്നമെന്ന് ചോദിക്കുന്നതും എന്നെയും കൂടി ചേർത്തല്ലേ നിങ്ങൾ ഇതെല്ലാം പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും സച്ചിയുടെ നേർക്ക് വഴക്കടിക്കുന്നുണ്ട് രേവതി. വഴക്കിനൊടുവിൽ പെണ്ണുങ്ങളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല എന്നല്ലേ നിങ്ങളിപ്പോൾ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എപ്പോഴാണ് അങ്ങനെ പറഞ്ഞത്? ലോകം മുഴുവൻ അങ്ങനെ പറയുന്നുണ്ട് എന്നല്ലേ ഞാൻ പറഞ്ഞതെന്നൊക്കെ സച്ചി ചോദിക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ രക്ഷപ്പെടാമെന്നൊന്നും വിചാരിക്കണ്ട. അങ്ങനെയാണെങ്കിൽ പെണ്ണുങ്ങൾ താമസിക്കുന്ന റൂമിലേക്ക് എന്തിനാ വന്നത്? ഇവിടെ നിന്ന് എണീറ്റ് പോയെന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയെ അവിടുന്ന് എണീപ്പിച്ച് പറഞ്ഞയക്കാനൊക്കെ നോക്കുന്നുണ്ട് രേവതി. എന്റെ റൂമിൽ നിന്ന് ഞാൻ പുറത്ത് പോകണം എന്നാണോ നീ പറയുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങളുടെ റൂമോ എന്ന് ചോദിക്കുന്നതും അല്ല, നമ്മുടെ രണ്ടുപേരുടെയും റൂം സമ്മതിച്ചു തന്നിരിക്കുന്നു പോരെന്നൊക്കെ പറഞ്ഞ് സച്ചി രേവതിയെ തൊടാനായിട്ട് വരുന്നതും വേണ്ട, എന്നെ തൊടണ്ട, ഒരു പെണ്ണായി എന്നെ തൊടണ്ടെന്നൊക്കെ ഇങ്ങനെ രേവതി വീണ്ടും പറയുമ്പോൾ പെണ്ണുങ്ങളെ തൊടാൻ പറ്റില്ലെന്ന് ആരാ പറഞ്ഞത്? പെണ്ണുങ്ങളെ കൊണ്ട് സമ്പാദിക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് സച്ചി വീണ്ടും തന്റെ ഭാഗം ന്യായീകരിക്കാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും അതെ, ഇതിനു മുമ്പ് ഒരുപാട് പെണ്ണുങ്ങളെ കുറിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് നല്ല അനുഭവം ഉണ്ടല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് രേവതി. എനിക്കങ്ങനെ ഒരുപാട് പെണ്ണുങ്ങളെയൊന്നും മനസ്സിലാക്കണ്ട, എനിക്ക് നിന്നെ മാത്രം മനസ്സിലാക്കിയാൽ മതി എന്നൊക്കെ സച്ചി ഇങ്ങനെ സ്നേഹത്തോടെ പറയുമ്പോൾ സച്ചിയെ ഒരു കപട ദേഷ്യത്തോടെ നോക്കാണ് രേവതി. നീ നിന്റെ ഉണ്ട കണ്ണും വെച്ച് കണ്ണുരുട്ടാതെ, ഞാൻ പേടിച്ചു പോകുമെന്നൊക്കെ പറഞ്ഞ് സച്ചി വീണ്ടും രേവതിയുടെ അരികിലേക്ക് വരുന്നതും എന്നെ തൊടണ്ട എന്നല്ലേ ഞാൻ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് രേവതി വീണ്ടും ഒഴിഞ്ഞു മാറുമ്പോൾ ഞാൻ അതിന് രേവു നിന്നെ കുറിച്ചല്ല പറഞ്ഞത്, നീ അതിന് വെറും ഒരു പെണ്ണല്ലല്ലോ, എന്റെ ഭാര്യയല്ലേ, എന്റെ സ്നേഹനിധിയായിട്ടുള്ള ഭാര്യ എന്നും പറഞ്ഞുകൊണ്ട് രേവതിയുടെ പുറകിലൂടെ വന്ന് കെട്ടിപ്പിടിക്കുകയാണ് സച്ചി. രേവതി കുതിറി മാറാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും അവളെ അടക്കി പിടിച്ചുകൊണ്ട് നമുക്ക് കിടക്കില്ലേ എന്ന് അവളുടെ കാതോരം ചോദിക്കുന്നുണ്ട് സച്ചി. അങ്ങനെ ഇപ്പോൾ എന്നെ കുറ്റം പറഞ്ഞ് എന്റെ കൂടെ കിടക്കാമെന്ന് മോൻ കരുതണ്ട, മര്യാദക്ക് താഴെ കിടന്നോന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയുടെ പായും തലയിണയും എടുത്തു കൊടുത്തുകൊണ്ട് രേവതി കട്ടിലിൽ കിടക്കുന്നുണ്ട്. സച്ചിയാണെങ്കിൽ നിരാശയോടെ താഴെ ഇരുന്നു കൊണ്ട് രേവതിയെ തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ നോക്കുന്നുണ്ടെങ്കിലും രേവതി ഉറക്കം നടിച്ച് കിടക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഒടുവിൽ സച്ചി കിടന്നിട്ട് ഉറക്കം വരാതെ എണീറ്റിരുന്നു കൊണ്ട് രേവതിയെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉറക്കം നടിച്ച് കിടന്നിരുന്ന രേവതിയാണെങ്കിലും അത് മനസ്സിലാക്കിയിട്ടെന്നോണം എണീറ്റിരിക്കുന്നുണ്ട്. എന്റെ പൊന്നു രേവു അല്ലേ, ഞാൻ അവിടെ കിടന്നോട്ടെ എന്നൊക്കെ ഇങ്ങനെ സച്ചി ചോദിക്കുമ്പോൾ വേണ്ടെന്നല്ലേ പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് രേവതി തന്റെ തലയിണ എടുത്ത് സച്ചിയുടെ തലക്കിട്ടൊന്ന് കൊടുക്കുന്നുണ്ട്. നീ എന്നെ തലയിണ കൊണ്ട് അടിച്ചല്ലേ, അത്രയ്ക്കായോ എന്നും ചോദിച്ചുകൊണ്ട് സച്ചിയും തന്റെ തലയിണ എടുത്ത് രേവതിയെ അടിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും പരസ്പരം തലയിണ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ രണ്ടുപേരും നന്നായിട്ട് ക്ഷീണിക്കുന്നുണ്ട്. സച്ചിയാണെങ്കിൽ വീണ്ടും എന്തോ പറഞ്ഞ് രേവതിയെ തലയിണ കൊണ്ട് അടിക്കുന്നതും രേവതിയും അത് തന്നെ തുടരുകയാണ്. പരസ്പരം പൊട്ടിച്ചിരിച്ചുകൊണ്ടായിരിക്കും അവരതെല്ലാം ചെയ്യുന്നത്. ഇവരുടെ ഈ ചിരികളികളൊക്കെ പുറത്തു നിന്ന് കേൾക്കുന്ന ചന്ദ്രമതിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ, ഇങ്ങനെ പോയാൽ ഇവർക്ക് അധികം താമസിയാതെ ഒരു കുഞ്ഞ് ജനിക്കും, അങ്ങനെ ഒരിക്കലും നടക്കാൻ പാടില്ല, അതിന് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയേ പറ്റൂ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് തല പുകഞ്ഞ് ആലോചിക്കുകയാണ് ചന്ദ്രമതി. അവരാണെങ്കിൽ തലയിണ കൊണ്ട് അങ്ങനെ അടിച്ചടിച്ച് സച്ചി കട്ടിലിൽ രേവതിയുടെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ടാവും. ഒടുവിൽ തലയിണയെല്ലാം താഴെയിട്ട് അവരിങ്ങനെ പരസ്പരം നോക്കുമ്പോൾ രണ്ടുപേരും മുട്ടിയൊരുമിയായിരിക്കും ഇരിക്കുന്നത്. സച്ചിയാണെങ്കിൽ ഒരു വല്ലാത്ത ഭാവത്തോടെ രേവതിയെ അങ്ങനെ നോക്കുന്നതും രേവതി നാണത്തോടെ തല താഴ്ത്തുകയാണ്. സച്ചി ഉടനെ തന്നെ രേവതിയെ ഇറുകെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പുതപ്പ് കൊണ്ട് അവരെ രണ്ടുപേരെയും പരസ്പരം മൂടുകയാണ്. സച്ചിയുടെ സ്നേഹത്തിനു വേണ്ടി കാത്തിരുന്ന രേവതിക്ക് പ്രണയത്തിന്റെ പെരുമഴക്കാലം തന്നെ നൽകി അവളെ കൂടുതൽ കൂടുതൽ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും സച്ചി. ഇവരുടെ സ്നേഹപ്രകടനങ്ങളെല്ലാം കണ്ട് സഹിക്കാനാകാതെ ചന്ദ്രമതി അവരെ അകറ്റി നിർത്താനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും അതിനെല്ലാം അതിജീവിച്ച് പരസ്പരം സ്നേഹിച്ച് മുന്നോട്ട് പോവുകയാണ് സച്ചിയും രേവതിയും. ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.